വീട്ടിലുള്ള കുഞ്ചും കുഞ്ഞമ്മയും പഞ്ചായത്തിൽ പോകുവാന് രണ്ടുപേരും ഞൊണ്ടി നടന്നുപോയി. തെണ്ടി നടന്നു വന്ന് ഏതപ്പട്ടി കുഞ്ചുവിനെ കണ്ടപ്പാടെ ഓടിപ്പഞ്ഞിങ്ങെടുത്തു കുണ്ടിക്ക് ആഞ്ഞൊരു കമ്പ് കമ്മി. ഇതിനകത്ത് കിടന്ന വെറ്റേ പോലെയല്ലേ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇവ ഒരു സാധനം ഇവിടെ വെച്ചാക്കാണ്. എടീ, ഇതിനകത്ത് കിടന്ന വെറ്റേ പോലെയൊക്കെ എന്ത് ചെയ്യും? ഈ പണ്ടാരത്തെ വിളിച്ചാ കാണുകയില്ല ദൈവമേ. ഏയ്, എനിക്കാണ് അരിശം വരുന്നത്. ഞാൻ എന്റെ വായിക്കാതിരിക്കുന്ന നല്ല കേൾക്കാതെ എളുപ്പം ഇങ്ങോട്ട് പോകുന്നത്. എന്തിനാ വേണ്ട കിടന്ന് വിളിച്ചത്? നീ എവിടെയായിരുന്നടി? നീ തോട്ടിയായിട്ട് അങ്ങോട്ട് പോവുക? സാധാരണ ഈ തോട്ടി എന്തിനാ ഉപയോഗിക്കുന്നത്? പറിക്കാൻ. എന്നാ പറിക്കാൻ പോവാ. എന്നാ പറിക്കാൻ പോവുക? നിങ്ങളോട് 2-3 ദിവസം കൊണ്ട് പറയുന്നത് എനിക്ക് 2 തേങ്ങ പറിച്ചു തരാമോ? നിങ്ങൾ പറിച്ചു തന്നോ മനുഷ്യ? അതിന് എനിക്ക് തേങ്ങ കയറി തേങ്ങ ഇടാൻ അറിയോ? പിന്നെ എനിക്കാണ് കയറാൻ അറിയാം. പിന്നെ നീ ഈ നാട് മുഴുവൻ കൊലയെ കയറി നടന്നല്ലേ, നിനക്ക് തെങ്ങ കയറി ഒരു തേങ്ങ ഇട്ടാ തന്നെ പ്രശ്നം. ഞാൻ ചമ്മന്തി ഉണ്ടാക്കി അണ്ണാക്കിലോട്ട് വെച്ച് തരാം ചോറുമായിട്ട്. എന്നെ മനുഷ്യ നിങ്ങൾ ഇറങ്ങി പോകും ഇവിടുന്ന് എവിടെയെങ്കിലും. എന്നെ വായിക്കാതെ ഞാൻ പറഞ്ഞേക്കാത്തത്. അണ്ണാച്ചി വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഇല്ല, പറയത്തില്ല. പൈസ കൊടുക്കണ്ടു. 300 കൊടുക്കണ്ടു. കൊണ്ടേ കൊടുക്കുന്നേ. ഞാൻ ജോലി ചെയ്തോണ്ട് വരുന്ന കാശെല്ലാം നിന്റെയിലോട്ടല്ലേ ഏൽപ്പിക്കുന്നത്. കൊണ്ട് കൊടുക്ക്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. നിങ്ങൾ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണം, അല്ലെങ്കിൽ അവന് ഇവിടെ കിടന്ന് വരുതും. ആയിക്കോട്ടെ, നീ പൊക്കോ. അവിടെ പോക്ക് കണ്ടു. കൊലത്തു. അയ്യാ അയ്യാ, എന്റെ പൊന്നു കുഞ്ഞാ, നീ പറഞ്ഞേ ശരിയാ. എനിക്ക് വയ്യ. അമ്മച്ചി ഇറുക്കാ. അമ്മച്ചി ഇറുക്കാൻ. അവിടെ അടുത്തോട്ട് ചെല്ലാം, ഇറുക്കി കൊല്ലും നിന്നെ. എന്നാ പറഞ്ഞേ? അമ്മച്ചി കുറച്ച് പൈസ തരാനുണ്ടെന്ന്. നിനക്ക് പൈസ തരാനുണ്ട്? 300 രൂപ. 300 രൂപ തരാനുണ്ട്. ഇപ്പൊ എനിക്ക് കൈ നിറച്ച് കിട്ടിയതേ ഉള്ളൂ. പാണ്ടവള് നിൽക്കുന്നു. അങ്ങോട്ട് ചെല്ലും, നിനക്കും തരും. അങ്ങോട്ട് കണ്ടോ? ഇപ്പൊ തേങ്ങ ഇടാൻ പോയതാ. അവള് തേങ്ങാ ചമ്മന്തി കൂട്ടി നിനക്ക് ചോറും കൂടെ തരും. അമ്മച്ചി പാത്താച്ചോ, ഒളിക്ക വേണ്ട, ഒളിക്ക വേണ്ട. കാശ് കൊടുക്ക്, കാശ് കൊടുക്ക്. അതെ, ഞാനേ 2 തേങ്ങ ഇടാൻ വേണ്ടി നോക്കുക. ചമ്മന്തി അരയ്ക്കാൻ. കാശ് കൊടുത്തിട്ട് അരയ്ക്കാം. അല്ലേ, പൈസ ഞാൻ അടുത്ത ആഴ്ച തരാം. സൗദാമിനി എന്നെ ചതിച്ചതാ. ചുറ്റി സൗദാമിനി എനിക്ക് തിരിയാതെ. അല്ലെ, അവള് ചിട്ടി കൂട്ടിട്ട് തരാന്ന് പറഞ്ഞാൽ തന്നില്ല. അയൽക്കൂട്ടത്തിൽ നിന്നെ പറ്റിച്ചു കളഞ്ഞു. നിനക്ക് ഞാൻ അടുത്ത ആഴ്ച തരാം. പോയിട്ട് വാ. പൈസ കൊടുക്ക്. മുരുകനോട് പറഞ്ഞാൽ മനസ്സിലായി. മുരുകൻ ഇങ്ങ് വന്നേ. ഞാൻ പറഞ്ഞില്ലേ ഒന്നും മുരുക അടുത്ത ആഴ്ച തരാം. നിനക്ക് പറ്റുമോ? എനിക്ക് 2 തേങ്ങ പറിച്ച് തരാമോ? ചമ്മന്തി അരയ്ക്കാൻ. അമ്മച്ചി തേങ്ങ പറി എനിക്ക് തെറിയാതെ അമ്മച്ചി. എടാ, തേങ്ങ പറിക്കാൻ തെറി പറയണമെന്നില്ല, അല്ലാതെ തന്നെ പറിക്കാം. ഞാന് കല്ലെടുത്തോണ്ട് വരുന്നത്, കല്ലിൽ നിന്ന് എറിഞ്ഞിട്ടാ മതി. അമ്മച്ചി നിറയെ വീട് ഇറക്കാം. അമ്മച്ചി പോണ അമ്മച്ചി. എടാ, സാരമില്ല, ചമ്മന്തി അരക്കാനാടാ, വേറെ ഒന്നുമില്ല മുരുക. നീ അതവിടെ വെച്ചേ, അവിടെ വിടാ വെച്ചേ. നീ ഇവിടെ ഇറങ്ങി, ഞാൻ കല്ലെടുത്തോണ്ട് വരാം. അല്ല, ഇത് എറിഞ്ഞിട്ടാ നിനക്ക് ഞാൻ കാശ് തരും കേട്ടോ. അതൊക്കെ ഇവിടെ വെച്ചോ.
എന്നാച്ചാ മുക്കി എന്നാச்சு ஐயோ கடவுளே இது என்னாச்சு வாங்க வாங்க வேகம் வாங்க ஐயோ என்ன நடந்துச்சு ഇതെന്നാ പറ്റിയടി അയ്യോ ഓ എന്നാ പറ്റിയടി അയ്യോ ഇതെന്നാ പറ്റിയതാ എടാ നീ എന്നാ പരിപാടിയാണോ കാണിച്ചത് അയ്യോ ഞാൻ ഓരോരുത്തരം കാണിച്ചതിന് കുറച്ച് അതിലുണ്ട് അയ്യോ എടാ പതുക്കെ കൊണ്ടുപോകണം പുരാവസ്തു കൊണ്ട് ഇരുത്തുമ്പോ കൂട്ടിക്കണം കണ്ടോ നാളെ ഒരു ഇഞ്ചക്ഷൻ ഇവിടെ അവള് അയ്യോ ഇരുന്നോ ആ അങ്ങോട്ട് കിടന്നോ അയ്യോ മുരുക നീ ഇങ്ങോട്ട് കയറി വേണം മര്യാദക്ക് കാശ് ആശുപത്രി കൊണ്ടുപോകാനായിട്ട് മര്യാദക്ക് കാശ് എടുത്തു പിന്നെ ഈ പിരിവൊന്നും കിട്ടിയില്ല പിരിവ് കിട്ടുമോ കിട്ടാതിരിക്കുന്നതെന്ന് എനിക്ക് അറിയണ്ട മര്യാദക്ക് എന്റെ ഭാര്യനെ ആശുപത്രി കൊണ്ടുപോകാൻ കാശ് കൊണ്ട് എല്ലാം എനിക്കൊന്നും അറിയില്ല ഞാൻ എറിഞ്ഞപ്പോ കീഴെ വന്ന് നിന്ന് നീ അറിയാഞ്ഞിട്ടാണോ ഇവർ തേങ്ങയാന്ന് പറഞ്ഞ് നീ എന്തിനാ ഇവിടെ നേരത്ത് കല്ലെറിഞ്ഞു ആ പോക്കൃത്തരം കാണിക്കരുത് മര്യാദക്ക് ആശുപത്രി കൊണ്ടുപോകാനുള്ള കാശ് എടുത്തു കൊണ്ടുപോകാൻ പൈസ കൊഞ്ചം പൈസ പോലെ നല്ലവണ്ണം കിട്ടുമായിരിക്കുന്നത് എത്ര രൂപയുണ്ട് ഇതൊരു 5000 5000 രൂപ നീ മര്യാദക്ക് ഒരു ആംബുലൻസും കൂടെ വിളിച്ചതാ കൃത്യപ്രസാദം ഞാൻ കൊടുത്തോളാം നീ മര്യാദക്ക് വീട്ടിലോട്ട് പോകാൻ നോക്കും ഓഹാ അത് ശരി അമ്മച്ചി വേഗം ആശുപത്രി പോടാ ഓ ഇറങ്ങിപ്പോ എന്നാ രണ്ടുപേരും ഇവിടെ ഇവിടെ നിൽക്കുന്നേ അല്ല ആശുപത്രി കൊണ്ടോ ആയുധത്തിലൊക്കെ എന്റെ ഭാര്യയാണ് ഞാൻ കൊണ്ടുപോകാം രണ്ടുപേരും കൂടെ വന്ന വഴിക്കുള്ളിൽ ഇല്ല അങ്ങോട്ട് പോകും പൈസ കിട്ടിക്കഴിയുമ്പോ കള്ളക്കളവന്റെ സ്വഭാവം ആ കള്ളക്കുളം ഞാൻ നോക്കിക്കോളാം നീ നിന്റെ കാര്യം നോക്കിപ്പോ ഇന്നത്തെ കാര്യം അതെ മുരുകൻ അണ്ണാച്ചി പോയോ അമൃതണ്ണാച്ചി പോയി അവരെത്ര രൂപ തന്നെ 5000 രൂപ തന്നടി 5000 രൂപ ആണോ മാറിക്കും എന്നാ 2-3 ആഴ്ച പണിക്ക് പോയതിന് വീട്ടിൽ കുത്തിയിരിക്കാം അമ്പടി കേമി നീ കൊള്ളാലോ